അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഓണം സ്പെഷ്യലിനാണ് ഇന്ന് നമുക്ക് നമ്മളെ വീഡിയോ. കാരണം വെച്ചാൽ നമ്മളിന്ന് ഓണത്തിന്റെ നമുക്ക് പ്രധാനമാണല്ലോ നമ്മളെ വറുത്തപ്പേരി, ശർക്കരപ്പേരി ഒക്കെ. അപ്പോൾ നമ്മളിന്ന് വറുത്തപ്പേരിയാണ് ഇവിടെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. പാകത്തിനുള്ളത്. ഇപ്പോൾ ഓണത്തിനായാലോ, ഇപ്പോൾ സമയമായാലോ, ഇനി അധികം ദിവസം ഇല്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വളരെ സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മളെ ഓണത്തിന് വാങ്ങിയ ഓണക്കോടി, അമ്മയ്ക്കും എനിക്കും വാങ്ങിയ ഓണക്കോടി, അതൊക്കെ നമ്മൾ ഡ്രസ്സിന്ന് നമ്മൾ പറയില്ല, അതൊക്കെ എന്തൊക്കെയാ നോക്കി നമ്മൾ ഡ്രസ് അൺബോക്സിംഗ് എന്ന് അറിയില്ല നമ്മൾ, അതുപോലെ അതുണ്ട്. അപ്പൊ അത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 3 കായാണ് എടുക്കുന്നത്, നേന്ത്രക്കായ. അത് മതി, കാരണം കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ കായ എന്താ വെച്ചാൽ നമുക്ക് മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം ഇട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പിന്നെ അരിയണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് അത് ചെയ്യാം. ഇതാണ് നമ്മൾ എടുക്കുന്നത്, പച്ച നേന്ത്രക്കായ 3 എണ്ണം. ഇനിയിപ്പോൾ നമുക്ക് അതാണ് നമുക്ക് വെച്ചാൽ തോട് കളയണമല്ലോ. തോട് കളഞ്ഞിട്ട് എന്നിട്ട് വേണം അത് മഞ്ഞപ്പൊടിയിലിട്ട് വെക്കാൻ. അതായത് മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ തോട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ട് നേരെ മുറിച്ച് ഒന്നുകൂടി ഇങ്ങോട്ട് മുറിച്ചെടുക്കണം. ഇത് നേരെ ഇങ്ങോട്ട് കീറിയെടുത്താൽ മതി. ഇത് ഇവിടെ ഇങ്ങനെ പൊളിച്ചതാ, തോട് ഇങ്ങനെ കിട്ടും. ഈ രൂപത്തിലുണ്ട് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ കല്യാണ തലേദിവസമൊക്കെ ആണ് കായത്തോട്. എന്താ വെച്ചാൽ കായ നമ്മൾ കല്യാണത്തിനൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ, വറുത്തപ്പേരി ശർക്കരപ്പേരിയൊക്കെ തലേ ദിവസം തന്നെ. അപ്പോൾ ആ കായത്തോട് കൊണ്ടുള്ളൊരു ഉപ്പേരി ഉണ്ട്. കായത്തോടും അതിൽ നിന്ന് എടുത്ത, അതായത് കായത്തോട് തലേ ദിവസത്തിന് ഉപ്പേരി, ചിലപ്പോൾ ചെറുപയറും ഉണ്ടാവും. ചെറുപയർ കായത്തോടും ചേർത്തിട്ടാണ് ഒരു ഉപ്പേരി ഉണ്ടാക്കൽ. നല്ല രസമാണ് അത് തലേ ദിവസം. പല കുമ്പളങ്ങനുള്ള പുളിങ്കറിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ നമുക്ക് മഞ്ഞപ്പൊടി കലക്കിയ വെള്ളത്തിൽ അത് ഇട്ട് വെക്കണം. ഏകദേശം നമ്മളൊരു അരമണിക്കൂറോളം ഇട്ട് വയ്ക്കും. അത് ഇതാ അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി അതെടുത്ത് നമുക്ക് 4 കീറാക്കിയിട്ട് അതിന് നുറുക്കണം. കനം കുറച്ച് തന്നെ നുറുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വെച്ചാൽ നല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പാകം അളവിന് എത്ര വേണ്ട വെച്ച് ഉണ്ടാക്കാം. അത്ര അധികം വലിയൊരു ചിലവും വരില്ലല്ലോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ. നല്ല ശുദ്ധമായത്. ഇപ്പോൾ നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു രുചി കൂടുതൽ. അവിടെ നുറുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടിയിൽ. ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അത് ചൂടായ ശേഷം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം, ഒരു ട്രിപ്പ്. എന്നിട്ട് ഇട്ട സമയത്ത് നന്നാക്കി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നല്ല പോലെ ഉണ്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം അമ്മ അത് ചെയ്യുന്നുണ്ട്. നമ്മൾ ലേശം വറുത്തപ്പേരി നല്ലോണല്ലേ ഇവിടെ തന്നെ ഉണ്ടാക്കാം. കുറച്ച് മതിയല്ലോ, വേണ്ട. അത്യാവശ്യം നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് ആവുന്ന നല്ല പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുവെള്ളം കുടഞ്ഞു കൊടുക്കാം. നല്ലൊരു വേവ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിതാ അത് വറുത്ത് കോരാനായി. നമ്മൾ 2ാം ട്രിപ്പ്
അത് തന്നെയല്ലേ ഉള്ളൂ, വളരെ കുറച്ച് നമുക്ക് കഴിക്കാനുള്ളത്, അത്രേ ഉള്ളൂ. കായ നമുക്ക് ഒന്നുകൂടി മൂപ്പ് വരാണ്ട് അതിന് വാങ്ങിയപ്പോൾ അവിടെ ഉള്ളതിന് വാങ്ങിയതാണ്. കുറച്ചുകൂടി മൂത്തതാവണം, എന്നാൽ ഒന്നുകൂടി നന്നായി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ രണ്ടാം ട്രിപ്പ് അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ വേണ്ടതനുസരിച്ച് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ, അപ്പോൾ നമ്മൾ അത് വറുത്തെടുത്തു. ഇത്രയാണ് ഉള്ളത്. നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല മുരിയും ചേച്ചിയുടെ ഉപ്പൊക്കെ പാകമാണ്. ഉഷാറായിരുന്നു അല്ലേ? അപ്പം ഇനിയിപ്പോൾ ഇത് ചില വറുത്തപ്പേരി അതൊക്കെ ഇവിടെ റെഡിയായി. എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും. ഓണത്തിൻ്റെ അന്ന് നമുക്ക് എടുക്കാമല്ലോ, അപ്പോൾ അത് ഇട്ട് വെക്കണം. അതിനുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ, വളരെ കുറച്ച്. നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ വെച്ചാൽ നമ്മൾ നല്ല നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം, നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമുള്ള പണിയാണ്. അപ്പം അതോടെ കഴിഞ്ഞു. നമ്മൾ വറുത്തപ്പേരി അവിടെ ആകെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ഡ്രസ്സ് ഉണ്ട്. ഞാൻ ഡ്രസ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ നോക്കാം. ഇവിടെ ഒക്കെ വെച്ച് നമുക്ക് ഏതൊക്കെ നോക്കാം. ഇപ്പം ഇതൊക്കെയാണ് നമ്മൾ ഓരോ അമ്മയ്ക്ക് വാങ്ങിയത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഓരോന്നും നോക്കാം നമുക്ക്. നോക്കി ഇതിൻ്റെ മുകളിൽ വെച്ചാൽ ഇത് സെറ്റ് മുണ്ടാണ്. പിന്നെ അതിലേക്കുള്ളൊരു ജാക്കറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് വേറെ ഇത് വെച്ചാൽ നമ്മൾ ഇത് സെറ്റ് സാരിയാണ്. ഇതൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് വാഷ് ചെയ്ത് വെച്ചാണ്. ഇനിയിപ്പോൾ നമുക്കിതാ ഇത് സാധാരണ ചോളിലിടുന്ന ആ ഒരു മുണ്ട് പോലെ തന്നെ ചോളിടാൻ വാങ്ങിയതാണ്. നല്ല ഇതാണ്, രണ്ട് തരത്തിലുള്ള കാര്യമുണ്ട്. ഇത് സാധാരണയൊക്കെ നമുക്ക് ദിവസേന ഉപയോഗത്തിന് തന്നെ വാങ്ങിയതാണ്. പിന്നെ ഇതാ തയ്പ്പിച്ച ഇതാണ് ജാക്കറ്റ് തുണി വാങ്ങിച്ച്, അതൊരു 3 ഇവിടെ വേറെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇതാണ് ഇൻ്റെത് 2 ബനിയൻ. ഇതാണ് നമ്മൾ ഒന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.